ഇത് എൻ്റെ ഭാര്യ ലൈല. 40-45 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് കൂടിയിട്ട്. ഒരു ക്ഷേത്രമുറ്റത്ത് ഉത്സവത്തിനാണ് ആദ്യമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ യാത്ര പലയിടങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി. ഒത്തിരി അനുഭവങ്ങൾ, സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ. വിദേശയാത്രയൊക്കെ ഉണ്ടായിരുന്നു? വിദേശയാത്രയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, റോം. പക്ഷേ ഈ യൂറോപ്പിലൂടെ റോമിലൂടെയൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഓർമ്മ, നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടത്തിയ ആദ്യത്തെ വിദേശയാത്ര ഉണ്ടല്ലോ, പിറവത്തിന്. ഞങ്ങൾ സ്കൂളിൽ നിന്ന്, അത് ഞങ്ങൾ ഫസ്റ്റിലോ സെക്കൻഡിലോ പഠിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നൊരു തീരുമാനം, വിദേശത്ത് പോകണം. ആ കാലത്താണ് ഏതാണ്ട് മോനപ്പള്ളി പിറവം ബസ് വന്നു. അപ്പോൾ ഈ ബസ്സിലൊന്ന് കയറണം, ഞങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ളതാണ്. അപ്പം എങ്ങനെയോ കഷ്ടപ്പെട്ട് അത് വണ്ടിക്കൂലിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ആരും അറിയാതെ പുസ്തകക്കെട്ടൊക്കെ ഒരു മുറുക്കാൻകടയിൽ വെച്ചിട്ട് ഞങ്ങൾ പിറവത്തിന് വണ്ടി കയറി. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ വിദേശയാത്ര. ഞാൻ ഇതുവരെ ഇപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ഈ സഞ്ചാര സാഹിത്യം എഴുതിയിട്ടില്ല. അപ്പം ഇത്തവണ ഞാൻ ഈ റോം യാത്രയെക്കുറിച്ചൊരു ഒരു ലേഖനങ്ങൾ എഴുതുന്നു, ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നുണ്ട്. അത് തുടങ്ങുന്നത് എൻ്റെയും കുട്ടപ്പൻ ചേട്ടൻ്റെയും ഈ പിറവത്തേക്കുള്ള വിദേശയാത്രയോട് കൂടിയാണ്. അങ്ങനെ ഒരു ലേഖനം എഴുതാൻ ഇപ്പം ഞാൻ എഴുതാൻ തയ്യാറായിരിക്കുകയാണ്. എഴുതുമ്പോൾ പഴയ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് കിട്ടുമല്ലേ പുതിയ തലമുറയ്ക്കൊക്കെ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അന്ന് ഈ റോഡൊന്ന് ഇലഞ്ഞി പിറവൻ റോഡെന്നൊക്കെ പറഞ്ഞാൽ ചെളിക്കുഴിയാണ്. പിന്നെ ബസ്സൊക്കെ വരുന്ന കാലമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കുട്ടികളാണ്, എങ്ങനെ ഇതിന് ടിക്കറ്റ് എടുക്കണം ഇതൊന്നും അറിയാൻ മേല. അങ്ങനെ അങ്ങ് കയറിപ്പോയി. പിറവം ഞങ്ങൾക്ക് അന്നേരം ഒരു അന്യ ഭൂഖണ്ഡം പോലെയാണ്, ഒരു വിദേശ രാജ്യം പോലെയാണ് പിറവം. കേട്ടിട്ടേ ഉള്ളൂ പിറവം. ഈ ബസ്സിൽ ഇങ്ങനെ പിറവം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നാൽ അവിടം വരെ പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി ടൗണിലിറങ്ങി. പിറവത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി അതിലെയൊക്കെ നടന്നു. ഈ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇലഞ്ഞി തിരിച്ചെത്തണമല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയി. പിന്നെ പോകുമ്പോഴാണ് ഇടവഴി കൂടെ കയറി ചെല്ലുമ്പോൾ ഒരു വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന ഒരു വല്യമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അവർ മക്കളെ ഇതിലേ പൊക്കോളാൻ പറഞ്ഞ്. വിശക്കുന്നുമുണ്ട് ഞങ്ങൾക്ക്, ഈ ചായ കുടിക്കാനുള്ള കാശൊന്നുമില്ല. അപ്പോൾ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് കുറേ വെള്ളം മേടിച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് തിരിച്ച് എലഞ്ഞിയിൽ വന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഈ പിറവം വിദേശയാത്രയെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും ഇതുവരെ പെരുമ്പിടത്ത് ആരും അറിഞ്ഞിട്ടില്ല. ആ കാലത്ത് എഴുതാനുള്ള താല്പര്യം ഉണ്ടായിരുന്നോ, അതോ വായിക്കുക മാത്രമേ ഉണ്ടായിരുന്നു? ആ കാലത്ത് വായിക്കും, ധാരാളം വായിക്കും. വായനയായിരുന്നു എൻ്റെ ഒരു ശീലം. അത് പുള്ളിക്ക് അറിയാവുന്നതാണ്. കണ്ട കടലാസുകളൊക്കെ കണ്ടാൽ എടുത്ത് കുത്തി എന്നാ കണ്ടാലും വഴിയിൽ നിന്ന് പത്രത്തിൻ്റെ മുറികളോ കടലാസുകളോ കണ്ടാൽ അപ്പോൾ തന്നെ അദ്ദേഹം എടുത്തത് കുറിച്ച് എടുക്കുമായിരുന്നു. ഈ വായിക്കാൻ അധികം സാധനങ്ങൾ കിട്ടുന്നില്ല. അപ്പം സ്കൂളിൽ നിന്ന് ഞങ്ങളൊക്കെ അവിടെ നടന്നു പോരുമ്പോൾ, ഇപ്പോൾ ഷിബുവിൻ്റെ അച്ഛൻ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ 3 പേരിൽ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ നടന്നു പോരുമ്പോൾ ഞാൻ ഈ വഴി കിടക്കുന്ന കടലാസൊക്കെ എടുത്ത് വായിക്കും. അപ്പോൾ ഈ കുട്ടപ്പൻ ചേട്ടനെ തട്ടിപ്പറിച്ച് വഴക്ക് പറയും. വായിക്കാനുള്ള ഒരു തൃഷ്ണ എന്ന് പറയാം, അതെനിക്ക് കുട്ടിക്കാലത്തെ ഉണ്ടായ ഒരു. പക്ഷെ അന്ന് എഴുതാനും തുടങ്ങിയിട്ടില്ല. അന്നിപ്പോൾ ഈ കവിതയൊക്കെ വായിച്ച് ചങ്ങമ്പുഴയുടെയും കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഒക്കെ കവിതകൾ വായിച്ച് ഇങ്ങനെ കവിതയിലേക്ക് എൻ്റെ മനസ്സിങ്ങനെ ചാഞ്ഞു വരുന്നൊരു കാലമാണ്. അപ്പോൾ അന്ന് ഒരു എഴുത്തുകാരനാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷ സങ്കല്പം കഴിഞ്ഞല്ലേ നമ്മൾ ഈ കയ്യെഴുത്ത് മാസികയൊക്കെ തുടങ്ങുന്നത്. അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ഇലഞ്ഞി സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കയ്യെഴുത്ത് മാസിക നടത്തി. അങ്ങനെ പല വിക്രാസികളും ഞങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് എഴുത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. 1964 ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. അന്ന് ഈ നഗരം മനോഹരമായൊരു നഗരമായിരുന്നു, ശുചിത്വമുള്ള നഗരമായിരുന്നു. വഴിവക്കിൽ പൂമരങ്ങൾ നിരന്ന് നിന്നിരുന്നു. അന്നിവിടെ കിളിയൊച്ചകൾ കേട്ടിരുന്നു. തിരുവനന്തപുരം ഗ്രാമത്തിൽ എന്നെ ആകർഷിച്ച മറ്റൊരു വസ്തുത, ഈ നഗരത്തിനുള്ളിൽ തന്നെ ഗ്രാമങ്ങളുണ്ടായിരുന്നു, പാടങ്ങളുണ്ടായിരുന്നു. പാടവരമ്പുകളിലൂടെ നടന്നുപോയ ഓർമ്മ ഞാനിപ്പോഴും സൂക്ഷിക്കുന്നു. ജീവിക്കാൻ ഏർപ്പെട്ട സകല യുദ്ധങ്ങളിലും തോറ്റ് ഒരഭയാർത്ഥിയെ പോലെയാണ്
ഞാൻ ഈ നഗരത്തിൽ വരുന്നത്. ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ശമ്പളമൊന്നും കൃത്യമായി തരാൻ എൻ്റെ മുതലാളിക്ക് കഴിവില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ എന്നെയും പങ്കുകാരനാക്കി ചേർത്തു എന്നേ പറയാവൂ. ഏറ്റവും വാടക കുറവുള്ള ഒരു സ്ഥലം നോക്കിയാണ് ഞാൻ തമലത്ത് വന്നത്. ഇവിടെ ആദ്യം വാടക വീടുകളിൽ താമസിച്ചു. പിന്നെ അഭയമൊക്കെ എഴുതി അഷ്ടപതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡുമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സ്വരൂപിച്ചു വെച്ച കാശുകൊണ്ട് ഞാൻ ഈ നഗരത്തിൽ 7 സെൻറ്റ് സ്ഥലം വാങ്ങി. ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ അവകാശം സ്ഥാപിക്കുന്നത് അങ്ങനെയാണ്. ആ 7 സെൻറ്റ് ഭൂമിയിൽ ഓലയും മുളയും കൊണ്ട് ഒരു കുടിലുണ്ടാക്കിയാണ് ഞാനും എൻ്റെ കുടുംബവും പാർത്തത്. ഒരു ഗ്രാമീണൻ്റെ മനസ്സിന് എന്നും സൂക്ഷിക്കാവുന്ന ഒരോർമ്മയായി അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 4 മക്കളാണ് എനിക്ക്. മൂത്തത് അജിതകുമാരി, പുള്ളിക്കാരത്തി ഇപ്പോൾ എറണാകുളത്താണ്. രണ്ടാമത്തെ ആൾ അല്ലി, ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് അല്ലിയാണ്. അല്ലിയുടെ ഭർത്താവ് ടൈറ്റസ് എബ്രഹാം. മൂന്നാമത്തെ മോള് രശ്മി, അവൾ ഭർത്താവ് ലെസ്ലി പോളിനോടൊപ്പം ബഹ്റിനിലാണ്. ഓണത്തിന് വരുമായിരിക്കും. ഇത് മൂത്ത മോൾ അജിയുടെ മൂത്ത മകൻ സന്ദീപ്. ഇയാളുടെ അനിയൻ ഒരാളുണ്ട്, നിഖിൽ. ഏറ്റവും ഇളയാൾ മകൻ ശ്രീകുമാരൻ. അങ്ങനെ ആണ് ഞങ്ങളുടെ കുടുംബം.